ഇന്നലെ നമ്മൾ ഈ കുറച്ച് ബേസിക്സ് പറഞ്ഞു. അതിൻ്റെ തന്നെ ഒരു ഇത് വ്യക്തമായിട്ടുള്ള രീതിയിൽ നിന്ന് പൊതുവായിട്ട് പറഞ്ഞു ആദ്യമായിട്ട് മുതൽ. പക്ഷെ ഇന്ന് നമുക്ക് ഓരോന്നും ഇങ്ങനെ ആദ്യം തൊട്ട് എന്നാലേ അത് വ്യക്തമായിട്ട് മനസ്സിൽ ഓർമ്മ നിൽക്കണം ഈ പറയുന്നത്. നമ്മൾ ഈ കേട്ട ആത്മീയമായിട്ടുള്ള കേട്ട കാര്യങ്ങളെയൊക്കെ വെച്ചൊക്കെ നമ്മളങ്ങ് ഇപ്പം വിടണം. നമുക്ക് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ഈ ജീവാത്മാ പരമാത്മാ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ടേംസുകളുണ്ടല്ലോ, ആത്മീയമായിട്ടുള്ള ടേംസുകളും അല്ലെങ്കിൽ വായിച്ച ചില അറിവും വെച്ചിട്ടൊക്കെ നമുക്ക് സാധാരണ പോലെ ചിന്തിച്ചാൽ ഉറയ്ക്കും. അത് സാധാരണ പോലെ ചിന്തിക്കാം. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഈ നമ്മൾ ഈ ഗീത പഠിക്കുന്ന ഈ ഞാൻ, നമ്മൾ ഓരോരുത്തരും ആരാണെന്നുള്ള വ്യക്തത വേണം. ഞാൻ ആരാണ്? ഈശ്വരൻ ആരാ? ഞാനും ഈശ്വരൻ തമ്മിലുള്ള ബന്ധം എന്താ? ഇപ്പൊ ഞാൻ ഇങ്ങനെ ജനിച്ചു, എനിക്കൊരു ജീവിതമുണ്ട്. ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു ശരിക്കും അടിസ്ഥാനമായിട്ട് ഈ കാണാതെ പഠിക്കേണ്ട കാര്യമല്ല ഇത്. ഈ ഞാൻ ആരാന്ന് എന്തിനാ കാണാതെ പഠിക്കണോ? ഞാൻ ആരാണെന്ന് എനിക്കിത് വ്യക്തത വരണം. ഇപ്പം നമ്മൾ ഓരോരുത്തരോടും നിങ്ങൾ ചോദിക്കാം നമ്മുടെ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഐഡന്റിറ്റി അല്ല, നമ്മുടെ പേരും നമ്മുടെ സ്ഥലം വീട്ടുപേരും അച്ഛൻ്റെ അമ്മയുടെയും പേര് ഇതൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ട് മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ ആരാണ്? നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് പറയാൻ കഴിയുമോ? വ്യക്തമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഉടനെ പറയും ജീവാത്മാവാണ്. ഈ ജീവാത്മാവെന്ന് നമുക്ക് പെട്ടെന്ന് എവിടെ നിന്ന് കിട്ടി? നമുക്ക് ബോധോദയമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ എവിടൊക്കെയോ കേട്ടു ജീവാത്മാവ് പരമാത്മാവ് എന്നൊക്കെ, അല്ലാതെ നമുക്ക് അറിയത്തില്ല ഈ ജീവാത്മാവ്. നമ്മൾ ഇതെല്ലാം എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ഈ ജീവാത്മാവെന്നും പരമാത്മാവെന്നും അറിയാത്ത ആരുമില്ല. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ ജീവാത്മാവാ. നമുക്കതാ പറയാം. ഇപ്പം ഞാൻ എന്നുള്ളത് നമ്മൾ ആ ടേമുകളൊക്കെ കൊണ്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ആരാന്ന് ചിന്തിച്ച് തുടങ്ങിയാൽ നല്ലതാണ്. നമ്മുടെ സെൻസ്, നമ്മുടെ ബുദ്ധിയിൽ ഞാൻ ആരാണെന്ന് ചിന്തിച്ചു തുടങ്ങണം. ഈ ഞാൻ ആരാണെന്ന് അറിഞ്ഞാലേ എനിക്ക് ഈശ്വരൻ ആരാ, ഇത് രണ്ടും എനിക്കൊരു വ്യക്തത വരണം. ഇപ്പം നമ്മുടെ ധാരണ എന്താ? ഈശ്വരൻ നമുക്ക് എല്ലാം ചെയ്തു തരുന്ന ഒരു ശക്തിയാ. കാണാനൊക്കത്തില്ല, പക്ഷെ പല രൂപത്തിൽ പല അമ്പലങ്ങളിലൊക്കെ പല വിഗ്രഹങ്ങളിൽ കൂടെയൊക്കെ വെളിയിലുള്ളൊരു ശക്തിയാണ്. ആ ശക്തി ഇതിലോട്ട് ഞാനിങ്ങനെ പ്രേ ചെയ്താൽ എനിക്ക് കാര്യങ്ങൾ സാധിക്കും, എൻ്റെ ദുഃഖങ്ങളെ മാറ്റിത്തരും. അങ്ങനെ അപ്പൊ വേറൊരു വെളിയിൽ, പക്ഷെ നമുക്കൊരു പൂർണ്ണ രൂപമില്ല, ഈശ്വരനെ കുറിച്ച് ധാരണയില്ല. ഞാൻ ആരാണെന്ന് എനിക്കൊരു ധാരണയില്ല. ഞാൻ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ആൻസർ ഇല്ല. പക്ഷെ നമ്മുടെ ബുദ്ധിയിൽ പതുക്കെ ചിന്തിച്ചു തുടങ്ങാം. ഞാൻ ആരാണെന്ന് ചിന്തിച്ചാൽ എനിക്ക് ടേമുകളൊന്നും അറിയത്തില്ല. ജീവാത്മാവെന്നും പരമാത്മാവെന്നും ഈ സ്ഥൂല ശരീരം കാരണ ശരീരം ഇതൊന്നും എനിക്ക് അറിയത്തില്ലെന്ന് വെച്ചു. നമ്മൾ സാധാരണ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ. എനിക്കൊരു ശരീരമുണ്ട്, ഈ ശരീരമുണ്ട്, എനിക്കൊരു ശരീരമുണ്ടെന്നല്ല അതിന് പ്രത്യേകിച്ച് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എനിക്കൊരു ശരീരമുണ്ട്. ഇത് കൂടാതെ ഞാൻ എനിക്ക് വേറെന്തോ ഒന്നുമുണ്ട്, എനിക്കൊരു മനസ്സുമുണ്ട്. ഇത് രണ്ടും നമുക്ക് ബേസിക്കായിട്ട് അറിയാം. എനിക്കൊരു ശരീരവും ഉണ്ട്, എനിക്കൊരു മനസ്സും ഉണ്ട്. ഈ മനസ്സും ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഞാൻ എന്നങ്ങ് വിചാരിക്കുമോ? ഇതിനപ്പുറം നമുക്ക് അറിയത്തില്ല. ഈ മനസ്സിൽ കൂടെ ഞാൻ ഈശ്വരനെ ചിന്തിക്കുന്നു, എല്ലാ കാര്യങ്ങളും അറിയുന്നു. ഞാൻ ഈശ്വരനോട് ഞാനൊക്കെ നമുക്ക് ഭക്തിയുണ്ട്. ഈ നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഈശ്വരൻ മാറ്റിത്തരുമായിരിക്കും. ചിലതൊക്കെ മാറ്റിത്തരുന്നു, ചിലതൊക്കെ മാറ്റിത്തരുന്നില്ല. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് നമുക്കൊരു വ്യക്തമായ ധാരണയില്ല. ഞാൻ ആരാണെന്നും ഈശ്വരൻ ആരാണെന്നും നമുക്കൊരു ധാരണയില്ലത്. ഈ ഒരു ധാരണയില്ലാതെ നമ്മളിങ്ങനെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൂട്ടുന്നു. ആരോടാണ് പ്രാർത്ഥിക്കുക? ഈശ്വരൻ. ഏത് ഈശ്വരൻ? ഈശ്വരനുണ്ട്, നമുക്കറിയാം, ഒരു ശക്തി ഉണ്ടെന്നറിയാം. അപ്പം ഈ രീതിയിൽ നമ്മൾ ഒരു ധാരണയില്ലാതെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം. ഞാൻ ആരാണെന്നുള്ളൊരു വ്യക്തത വന്നാൽ ഈശ്വരൻ ആരാണെന്നും ഇപ്പം ഞാൻ എന്തിനാണ് ജനിച്ചിരിക്കുന്നത്, എനിക്കൊരു ലക്ഷ്യമുണ്ടെന്നും നമ്മൾ തിരിച്ചറിയുന്നു. ഇപ്പം നമ്മുടെ ലക്ഷ്യം നമുക്ക് അറിയത്തില്ല. നമ്മുടെ ലക്ഷ്യം എന്തുവാ? ഇങ്ങനെ ജീവിച്ച് ഇരുന്ന് സ്വസ്ഥമായിട്ട് മരിച്ചു പോകണം, അല്ലാതെ എന്തോ ചെയ്യാനാ എന്നുള്ളൊരു ധാരണയാണ്. ഇതിനൊരു എക്സാമ്പിൾ ഉണ്ട്. പണ്ട് ഈ വിവേകാനന്ദ സ്വാമി അമേരിക്കയിൽ ചിക്കാഗോ പ്രസംഗത്തിന് പോകുന്ന സമയത്ത് ആ ഷിപ്പിലായിരുന്നു. ഒരു പയ്യൻ ഇതിനകത്തുണ്ടായിരുന്നു. ആ പയ്യന് ഹയർ സ്റ്റഡീസിന് പോവാം അന്നത്തെ കാലത്ത്, മെഡിസിനിൽ.
അന്നേരം ആ പയ്യൻ ഈ സ്വാമിജിയെ നോക്കിയിട്ട് ഒരു പുച്ഛമായിട്ടാണ്. കാരണം ഈ സന്യാസിമാരൊക്കെ ഭിക്ഷ യാചിക്കാന്നാണല്ലോ പോകുന്നത്. നമ്മുടെ ഒരു പഴയ കൺസെപ്റ്റ് ആണല്ലോ. സന്യാസി അവർ വന്നാൽ ഭിക്ഷ കൊടുക്കണം, അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അന്നേരം ഈ പയ്യൻ വിവേകാനന്ദ സ്വാമിജി ചെയ്ത് നിങ്ങളുടെ ഇന്ത്യയുടെ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നമുക്കൊരു ഇതാക്കി നിങ്ങൾ അവിടെയൊക്കെ പോയി ഭിക്ഷ എടുക്കുമ്പോൾ നമ്മുടെ അഭിമാനത്തിന് ഇതില്ലയോ, എന്തിനാ അവിടെയൊക്കെ പോയി ഭിക്ഷ എടുക്കുന്നേ ചോദിക്കുക. അപ്പൊ സ്വാമിജി ചോദിച്ചു, നീ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഹയർ സ്റ്റഡീസിനാ, മെഡിസിൻ പോവാ. അവൻ്റെ അച്ഛനും അമ്മയും ഡോക്ടേഴ്സാണ് ഇവിടെ. അപ്പം അവനെ ഹയർ സ്റ്റഡീസിന് വിടുവാണ് അമേരിക്കയിൽ. അപ്പം ഹയർ സ്റ്റഡീസിന് PGക്ക് പോവാണ്, മെഡിക്കൽ ഇതിന്. അപ്പം അത് കഴിഞ്ഞാലോ ഡിഗ്രി എടുത്തതിന് ശേഷം എനിക്ക് ജോലി കിട്ടും. ആ ജോലി ഇട്ടിട്ട് എന്ത് ചെയ്യും? അപ്പം ഇങ്ങനെ സ്വാമിജി ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നു. ജോലി കിട്ടും, അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിക്കും, അത് കഴിഞ്ഞോ എനിക്ക് മക്കളൊക്കെ ഉണ്ടാവും, അവരെയും വളർത്തും, നല്ല നില വിദ്യാഭ്യാസം കൊടുക്കും. ഇങ്ങനെ ഓരോന്നും ചോദിക്കുവാണ്. അതിനുശേഷം ചോദിക്കുമ്പോഴേ മക്കൾ വലുതാവും, അവരെയും വിദ്യാഭ്യാസം കഴിക്കും, അവർ ജോലി വാങ്ങിച്ചു, അവർക്കും ജോലി കിട്ടും, അവരും കല്യാണം കഴിക്കും, അവർക്കും മക്കളാവും. അപ്പോൾ എനിക്ക് ആ കൊച്ചുമക്കളുമായിട്ട് ഞാൻ ജീവിക്കും, എല്ലാവരുമായിട്ട് ഇങ്ങനെ ആരോഗ്യമുള്ളവരെ ജോലി ചെയ്യും. പിന്നെ ദൈവഭക്തമുണ്ട്, ദൈവത്തിനോട് എല്ലാവരും ഭക്തിയുണ്ട്, അമ്പലങ്ങളിൽ പോവും, തീർത്ഥാടനം ചെയ്യും. എന്നിട്ട് സ്വസ്ഥമായിട്ട് ഞാൻ മരിക്കും. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം ഇത്. അപ്പം ചോദിച്ചു, ഈ മരണത്തിലോട്ടാണ് നമ്മൾ അവസാനം പോകുന്നതെങ്കിൽ ഇപ്പോഴേ അങ്ങ് ചാടിക്കോ, കടലിലോട്ടങ്ങ് ചാടിക്കോ, എന്തിനാ ഇത്രയും ബന്ധപ്പെടുന്നേ? മരണത്തിലോട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇത്രയും ബന്ധപ്പെട്ട് മരിക്കണോ? ചുമ്മാ അങ്ങ് ചാടി മരിച്ചാൽ മതി. അപ്പം ഇതേ അറിയാവൂ, നമുക്ക് ഇതേ അറിയാവൂ. ഇതിനല്ല ജീവിതം. നമുക്കൊരു ആ സത്യത്തെ നമ്മൾ ഉൾക്കൊണ്ടാൽ നമ്മൾ എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നുള്ള സത്യം നമ്മൾ അറിയാതെ ജീവിക്കുക. ഈ പറഞ്ഞതാണ് നമ്മുടെ ധാരണ. അപ്പം സ്വാമിജി പറഞ്ഞു, ഞാൻ ഭിക്ഷ അയച്ചിക്കാൻ പോവില്ല, ഞാനിപ്പോൾ ഈ ജീവിതത്തിലെ ദുരിതങ്ങളെക്കുറിച്ചും ഇതിനകത്ത് നമുക്ക് മുക്തിയുണ്ട്. നമ്മൾ ഈ മരിക്കാൻ വേണ്ടി ജീവിക്കുകയല്ല, ഇതിന് വേറെ തലങ്ങളുണ്ട്, അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോവുക. അല്ലാതെ ഭിക്ഷ യാചിക്കുക. അപ്പം നമ്മുടെ ഒരു ധാരണ എന്തോ, സന്യാസിമാരെല്ലാം ഭിക്ഷ യാചിക്കുന്നവരാന്നൊക്കെ ഒരു ധാരണ ഇപ്പോഴതൊക്കെ മാറി വരുവാണ്. എന്നാലും ഞാൻ പറയും, അപ്പം നമുക്ക് ഞാൻ ആരാണെന്ന് അറിയത്തില്ല, എന്തിനാ ഈ ജീവിക്കുന്നതെന്ന് അറിയത്തില്ല, മരിക്കാൻ വേണ്ടി ജീവിക്കുക. നമ്മളെല്ലാം സ്വസ്ഥമായിട്ട് മരിക്കണം, ചെയ്തു കൂട്ടേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ട് എങ്ങനെയെങ്കിലും മരിക്കണം. അവസാനം അതാണ് നമ്മളെല്ലാവരും കണ്ടുപോകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ധാരണ മാറണം. നമ്മുടെ ജീവിതത്തിന്റെ വേറൊരു തലമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ബേസിക്കായിട്ട് അറിയാവുന്ന കാര്യം, എനിക്കൊരു ശരീരമുണ്ട്, ഒരു മനസ്സുമുണ്ട്. ഇത് രണ്ട് ആസ്പെക്റ്റാണ്. ഇത് ബേസിക്കായിട്ട് നമുക്ക് അറിയാവുന്നത്. എൻ്റെ ഒരു ശരീരമുണ്ട്, മനസ്സുമുണ്ട്. ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ടത് ഭൗതികവും മനസ്സുമായിട്ട് ബന്ധപ്പെട്ടത് ആത്മീയതയും. ശരീരമായിട്ട് സംബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും അതിനെ ഭൗതികം എന്ന് പറയുന്നു. മനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുന്നത് ആത്മീയത. ഇന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിനെ കുറിച്ച് ഒന്നും പഠിക്കുന്നില്ല. സൈക്കാട്രിയിലുള്ള പഠിത്തമല്ല. ഈ ഞാൻ എന്തിനാ ചിന്തിക്കുന്നത്, ഞാൻ എന്തുവാ ചിന്തിക്കുന്നത്, ഈ ചിന്തകൾ എവിടുന്ന് വരുന്നു, ഈ മനസ്സ് എവിടെ ഇരിക്കുന്നു, ഇതൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്, ആവശ്യം പോലെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്, നേരായ വഴിക്കല്ലെന്ന് മാത്രം. അപ്പം നമ്മൾ നേരായ വഴിക്കല്ലെന്ന്, നമ്മൾ എല്ലാം ശരിക്കും ചിന്തിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനൊരു കഥയുണ്ട്. സ്വാമിജി പറഞ്ഞൊരു കഥയാണ്. ഒരു പയ്യൻ ഒരു വീട്ടില്, ആ പയ്യൻ്റെ കാളയുണ്ട്. ഒരു പയ്യൻ ഇങ്ങനെ ചിന്തിക്കുക, കാളയുടെ കൊമ്പുണ്ട്, ഇങ്ങനെ കാളയുടെ കൊമ്പിന്റെ ഇടയ്ക്കൂടെ തലയിടാൻ പറ്റുമോ, തലയിട്ടാൽ എന്തുവാകും, ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ തലയിട്ടാലൊന്നല്ല, എങ്ങനെ ആയിരിക്കും ഒന്നൊന്നും അറിയണമല്ലോ. അതിനെക്കുറിച്ച് എങ്ങനെ വേണം ഈ കാളയുടെ കൊമ്പിന്റെ ഇടയിൽ കൂടെ തലയൊന്നും ഇടണം. ആ പയ്യനെ ആലോചിക്കുക, 2-3 ദിവസമായിട്ട് ആലോചിക്കുമായിരുന്നു. ഇങ്ങനെ നോക്കിയപ്പോൾ ആ കാള കിടന്ന് ഉറങ്ങുക. അപ്പം കാള കിടന്നുറങ്ങിയപ്പോൾ പയ്യന് ഇത് തന്നെ അവസരം, നല്ലൊരു അവസരമാണ് കിട്ടിയേക്കുന്നത്. ആ കാളയുടെ ഉറങ്ങിക്കിടക്കുന്ന തലയിലെ ആ കൊമ്പിനിടയ്ക്കൂടെ തല കൊണ്ടിടും. പെട്ടെന്ന് ഈ കാള കണ്ട് അത് വരണ്ട് പെട്ടെന്ന് ചാടിയിട്ട് കുതിരും. ഇതിൽ പയ്യൻ തെറിച്ചു പോയി വീഴും. അന്നേരം വീട്ടിൽ അച്ഛൻ വന്ന്, എന്താ ഉണ്ണി ഇങ്ങനെ ചെയ്തേ, ഒന്നും ആലോചിക്കാതാന്നോ, ഒന്നും ചിന്തിക്കാതാന്നോ പ്രവർത്തിക്കുന്നേ?
അച്ഛൻ എന്തൊക്കെ ചിന്തിച്ചില്ലെന്ന് മാത്രം പറയരുത്. ഞാൻ 2-3 ദിവസമായിട്ടിരുന്ന് ചിന്തിക്കുക എങ്ങനെ വേണം ഈ കാളയുടെ കൊമ്പിനിടയ്ക്ക് തലയിടേണ്ടത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടുന്നത് ഈ ഡയറക്ഷനിലാണ്. നമുക്ക് സ്വസ്ഥത വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ കൂടുതലും അസ്വസ്ഥതയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് നേരായ മാർഗത്തിൽ വേണം. ആ നേരായ മാർഗത്തിൽ വേണം എന്നുള്ളത്, ഈ നേരായ മാർഗം ഏതാണെന്ന് എങ്ങനെ അറിയാം? അതിന് ഞാൻ ആരാണെന്നുള്ള പൂർണ്ണ ബോധ്യം വരണം എനിക്ക്. നമ്മളിങ്ങനെ കുറെ ഇഷ്ടംപോലെ ബുക്കുകളും വായിച്ചു കൂട്ടി, ആത്മീയമായിട്ടുള്ളതായാലും ഭൗതികമായിട്ടുള്ളതായാലും ഈ അറിവുകൾ കൂട്ടി നമ്മൾക്ക് ഈ അറിവുകളിൽ കൂടെ എനിക്ക് സ്വസ്ഥതയിലോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ ഈ ആത്മീയമായിട്ട് അറിയുന്നതിനെ നമ്മൾ ശരിക്കും ഇരുന്ന് ചിന്തിക്കണം. എനിക്ക് ചിന്തിച്ചാലേ അത് ബോധ്യപ്പെടുത്തുള്ളൂ. കേട്ടതുകൊണ്ട് മാത്രം എനിക്ക് ബോധ്യപ്പെടുത്തില്ല. പറയുമ്പോൾ കേൾക്കുമ്പോൾ ശരിയാന്ന് തോന്നും. നല്ല കാര്യമാണ്, സ്വാമിയുടെ പ്രഭാഷണം കേൾക്കുന്നത് നല്ലതാണ്. 2 ദിവസം കഴിഞ്ഞ് ചോദിച്ചു എന്തോ എനിക്കെന്ന് പറഞ്ഞേ. അതിപ്പം പറയാൻ കഴിയുന്നില്ല. അത് നല്ലതായിരുന്നു, അപ്പൊ കേട്ടപ്പോൾ നല്ലതായിട്ട് തോന്നി, പക്ഷെ എനിക്ക് പിന്നെ പറയാൻ പറ്റത്തില്ല. നമ്മൾ എത്രയോ പേരുടെ പ്രഭാഷണങ്ങളൊക്കെ യൂട്യൂബിലൂടെ കേൾക്കുന്നു. നമുക്കിത് പിന്നെ പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആ അരിയും മൂല്യം അറ്റമൊക്കെ ആയിരിക്കും പറയുന്നത്. എന്താ ഗ്രഹിക്കേണ്ടത് അത് ഗ്രഹിക്കത്തില്ല. അപ്പം മനസ്സിലായി, പിന്നെ പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കേട്ടങ്ങനെ കളഞ്ഞു, അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ബേസിക്കായിട്ട് അതിൻ്റെ സാധാരണ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് വേറെ അറിവും വേണ്ട. എനിക്കൊരു ശരീരവുമുണ്ട്, മനസ്സുമുണ്ട്. ഈ മനസ്സെന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ മനസ്സിനെ പറയുന്നത് നമ്മുടെ ചിന്തകളല്ലേ. ചിന്തകൾ അത് ബോധചിന്തകളാ. അത് ബോധമുള്ള ചിന്തയാ. എന്നുവെച്ചാല് എന്തുവാ, നമുക്ക് കോൺഷ്യസ്, അത് ബോധചിന്തകളാ. ചിന്ത വെറും ചിന്തയല്ല, അത് നമ്മൾ ഓരോന്ന് ആലോചിച്ച് അതിന് ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്, ആ ബോധമുണ്ട്. ബോധമായിട്ട് നമ്മൾ ബോധം കിട്ടിരിക്കുമ്പോൾ നമ്മൾ വല്ലതും സംസാരിക്കുമോ, ചിന്തിക്കുമോ? ബോധമുള്ള സമയത്ത്, ഞാൻ ഉണർന്നിരിക്കുന്നത്, അതാ ബോധമുള്ള സമയത്താണ് ആ ചിന്തകൾ വരുന്നത്. അത് ബോധചിന്തകളാണ്. അപ്പം എനിക്കൊരു ശരീരമുണ്ട്, ഈ ശരീരം കാണാൻ പറ്റും, കാണാനൊക്കെ ഒന്നൊരു ശരീരമാണ്. മനസ്സിനെയോ കാണാൻ പറ്റത്തില്ല, അവ്യക്തമാണ്. ശരീരം വ്യക്തമാണ്. അപ്പം എനിക്ക് 2 പാർട്ട് ബേസിക്കായിട്ട് എനിക്ക് 2 പാർട്ട് ചേർന്നതായി ഞാനെന്ന വ്യക്തി എന്നുള്ള നമുക്കൊരു തോന്നലുണ്ട്. നമ്മുടെ സാധാരണ ബുദ്ധി ചിന്തിക്കുമ്പോൾ ഈ ശരീരമുണ്ട്, എനിക്ക് ഈ മനസ്സ്, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഞാനെന്ന് എനിക്കൊരു സാധാരണ ബുദ്ധിയിൽ നമുക്ക് തോന്നും. വാസ്തവം അതല്ല. അപ്പം നമുക്ക് അതിൽ നിന്ന് നമുക്ക് വാസ്തവത്തിലോട്ട് പോകാം, ആ സത്യത്തിലോട്ട് പോകാം, ആരാണ് ഞാൻ എന്നുള്ളത്. അപ്പം എനിക്കൊരു ശരീരവും ഉണ്ട്, ഒരു മനസ്സും ഉണ്ട്. ഈ ശരീരം ഉണ്ടായിരിക്കുന്നത് പഞ്ചഭൂതത്തിൽ നിന്നാണ്. പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, പഞ്ചഭൂതത്തിൽ നിന്നാണ്. ഇതിൻ്റെ ഒരു പ്രക്രിയ അറിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് ചിന്തിച്ചെടുത്താൽ മനസ്സിലാവും. ഈ പഞ്ചഭൂതത്തിൽ നിന്നുണ്ടായതാണ് വെച്ചാൽ അച്ഛനും അമ്മയും കഴിച്ച ആഹാരം എവിടുന്ന് കിട്ടിയതാ? ഈ ആഹാരമാണ് ഈ പഞ്ചഭൂതത്തിൽ കിട്ടിയതാണ്. ഈ ഒരു ആഹാരം ഉണ്ടാവണമെങ്കിലോ അതിന് ഈ ആകാശം വേണം, വായു വേണം, അഗ്നി വേണം, ജലം വേണം, ഭൂമി വേണം. ഇതിലും കൂടെ എല്ലാം കൂടെ ചേർന്ന് അതിൽ നിന്ന് ഉണ്ടാകുന്ന ആഹാരം. ആ ആഹാരം കഴിച്ച് അച്ഛനും അമ്മയുടെയും ബ്ലഡിൽ കൂടെ ഉണ്ടാകുന്ന ബീജവും അണ്ടവും യോജിച്ചാണ് ഞാൻ ഉണ്ടായത്, ഞാനെന്ന ആദ്യത്തെ സെല്ല്. അപ്പം ആ പഞ്ചഭൂതത്തിൽ നിന്ന് ഞാൻ ജനിച്ചു. ഈ ഞാൻ എന്നൊരു ശരീരം, ആദ്യത്തെ ഒരു സെല്ലുണ്ടായി, ഒരു എംബ്രിയോ ഉണ്ടായി. അത് വികസിച്ച് മൾട്ടിപ്ലൈ ആയി എൻ്റെ ശരീരം വികസിച്ചു വരുന്നു, വളർന്നു വരുന്നു. അത് എന്തിൻ്റെ സഹായത്തിലാ? ഈ പഞ്ചഭൂതത്തിന്റെ സഹായം വേണം. ഈ പഞ്ചഭൂതത്തിൽ നിന്ന് ജനിച്ച ശരീരം നിലനിൽക്കണമെന്നുണ്ടല്ലോ ഈ അഞ്ച് പാർട്ടും വേണം. ഇല്ലാതെ അതിന് ഒരു നിമിഷം നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഈ 5 ഘടകങ്ങളിൽ കൂടെ ആണ് ഈ ശരീരം നിലനിന്ന് പോകുന്നത്, വളർന്നു വരുന്നത് ഈ പഞ്ചഭൂതത്തിന്റെ സഹായത്തിലാണ്. എന്നിട്ട് ഇത് ഒരു പരിധിവരെ വളരും, പിന്നെ അത് നശിക്കാൻ തുടങ്ങും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഏതുണ്ടായതും അത് വളർന്ന് നിന്ന് പന്തലിച്ച് അത് പിന്നെ അവസാനം ഒരു സ്റ്റേജ് കഴിഞ്ഞ് താഴോട്ട് വരും, ക്ഷയിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും പഞ്ചഭൂതത്തിൽ നിന്ന് ജനിച്ച് പഞ്ചഭൂതത്തിൽ നിലനിന്ന് പഞ്ചഭൂതത്തിലോട്ട് തന്നെ ഇത് ലയിക്കാൻ പോകുന്നത്. എങ്ങോട്ടാ ഈ ശരീരം പോകുന്നത്? നമ്മുടെ അവസാനം ശക്തിയൊക്കെ ക്ഷയിച്ച് പ്രായമായി വയസ്സായി നമ്മളങ്ങ് മരിക്കും. മരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം. മരിച്ചു കഴിഞ്ഞാൽ ശരീരം കൊണ്ട് പോകും, നമ്മുടെ ഈ പഞ്ചഭൂതത്തിലോട്ട് ലയിക്കും. പഞ്ചഭൂതത്തിലോട്ട് ലയിക്കും വെച്ചാൽ എൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട്, ആകാശമുണ്ട് എൻ്റെ ഉള്ളിൽ,
ഈ മരിച്ചു കഴിഞ്ഞാലോ ഈ ആകാശം ഈ ഈ ബോഡി അങ്ങ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് പോയാൽ നമ്മൾ കണ്ടിട്ടില്ല ചില പട്ടിയും പൂച്ചയൊക്കെ എവിടെയെങ്കിലും മരിച്ചു കിടക്കും. കുറേ നാൾ അങ്ങനെ കടന്നു കഴിഞ്ഞാൽ അത് ദ്രവിച്ച് ദ്രവിച്ച് ഇതിലൂടെ ഈ മണ്ണിനോടങ്ങ് ചേരും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ടായിരുന്നു. നമ്മൾ മരിച്ചാലും ഇങ്ങനെ തന്നെ, നമ്മൾ ചുമ്മാ എവിടെയെങ്കിലും കടന്നിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള സ്പേസ് വെളിയിലുള്ള സ്പേസിലോട്ട് ചേരും. എൻ്റെ ഉള്ളിലുള്ള ചൂട് വെളിയിലുള്ള ചൂടിനോട് ചേരും. എൻ്റെ ഉള്ളിൽ വായുവുണ്ട്, അത് വെളിയിലുള്ള വായുവിനോട് ചേരും. എൻ്റെ ഉള്ളിലെ ജലാംശം വെളിയിലുള്ള ജലത്തിലോട്ട് ചേരും. എന്നുള്ള ഖരമായിട്ടുള്ള ഖരമായിട്ടുള്ളത് ഭൂമിയിലോട്ടും പോകും. അപ്പൊ പഞ്ചഭൂതത്തിന് എൻ്റെ ശരീരം ജനിച്ചു, പഞ്ചഭൂതത്തിന്റെ സഹായത്താൽ നിലനിന്നു, പഞ്ചഭൂതത്തിലോട്ട് തന്നെ പോവുകയും ചെയ്യുന്നു. എവിടുന്ന് ഉത്ഭവിച്ചോ അവിടെ തന്നെ ചെന്ന് ചേരുന്നു. ഇതൊരു സൈക്കിളാണ്. നമ്മൾ സയന്റിഫിക് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, ഒന്നും സ്ട്രെയിറ്റ് ലൈൻ അല്ല, എല്ലാം സൈക്കിളാണ്. ഈ ഗീതയിൽ പറയുന്നുണ്ട് ഏവം പ്രവർത്തിതം ചക്രം. എല്ലാ കർമ്മങ്ങളും ഒരു ചക്രമാണ്. എവിടുന്ന് തുടങ്ങിയോ അവിടെ തന്നെ എത്തിച്ചേരും. പിന്നെയും തുടങ്ങും, പിന്നെയും എത്തിച്ചേരും. ഇതിങ്ങനെ സൈക്ലിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഞാൻ ജനിക്കും, മരിക്കും, പിന്നെയും ജനിക്കും, പിന്നെയും മരിക്കും. ഇതിങ്ങനെ പുനരഭിജനനം പുനരഭിമരണം. അത് അങ്ങനെ വരാനുള്ള പ്രക്രിയ നമുക്ക് പറയാം. അപ്പം ഇതൊരു ശരീരം പഞ്ചഭൂതത്തിൽ നിന്നും വന്നു, പഞ്ചഭൂതത്തിൽ നിലനിന്നും പഞ്ചഭൂതത്തിലോട്ട് ലയിക്കുകയും ചെയ്യും. ഇത് കാണാനൊക്കുന്നതാ. പിന്നെ എൻ്റെ ഒരു ഘടകമുള്ള ഏതാ? മനസ്സ്. അത് ബോധചിന്തകളാ, ചിന്തകൾ. ഞാനിങ്ങനെ എനിക്ക് ചിന്തകൾ എന്ന് വെച്ചാൽ നമുക്ക് സയന്റിഫിക് ആയിട്ട് അത് ന്യൂറോൺസ് കൂടെ വരുന്നതാ, ഒരു വേവ് ലെങ്ത്, അങ്ങനെ വേവ്സ് ഉള്ളതാ. ആ ചിന്തകളുടെ അത് എനിക്ക് ആ ചിന്തകൾ ഉണ്ടാവുന്നു. നമുക്കറിയാമല്ലോ, വേറെ ഒരു ഭൗതിക ആത്മീയമായിട്ടുള്ള ഒരു നോളജും വേണ്ട. എൻ്റെ ചിന്തകൾ 4 വിധത്തിലുണ്ട് നമുക്കറിയാം. ഒന്ന്, വികാര ചിന്തകളുണ്ട്. വികാരം വെച്ചാൽ എൻ്റെ എമോഷൻസ്, ദേഷ്യം, വിഷമം, സന്തോഷം, അസൂയ, കാരുണ്യം, ദയ, നമുക്ക് പല പല വികാരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വികാരം കൊള്ളാതെ എന്ന് പറയത്തില്ല നമ്മൾ. പക്ഷെ വികാരം അങ്ങനെ ഒരു പാർട്ടുണ്ട് നമ്മുടെ ചിന്തകൾ. അങ്ങനെയുള്ള കുറേ ചിന്തകളെ കാര്യം വികാരം അതിനെ പറയുന്ന മനസ്സെന്നാണ്. ബുദ്ധി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ചിന്തകളാണ്. ബുദ്ധി എന്ന് വെച്ചാൽ എന്തുവാ? നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിനെ, ഒരു കർമ്മം ചെയ്യുന്നതിനെ, ഒരു ജോലി ചെയ്യണം, അതെങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ, നമ്മളൊന്ന് അനലൈസ് ചെയ്യും. ഇങ്ങനെ വേണോ അങ്ങനെ വേണോ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിനെക്കുറിച്ച്, കർമ്മം ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഒരു അനാലിസിസ് നടത്തും. അങ്ങനെയുള്ള ചിന്തകൾ അനലിറ്റിക്കൽ തോട്ട്സ് എന്ന് പറയും. അതൊരു വികാരമല്ല. ഇപ്പം നമ്മൾ പറയത്തില്ലയോ, ഞാൻ ഒരു കാര്യം ചെയ്യണം, ഞാൻ വിചാരിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ശരിയെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാനൊരു വിചാരിച്ചു നോക്കിയപ്പോൾ, അപ്പം വിചാരിക്കുക, അത് തോട്ട്സാണ്. അതിനെ ഞാൻ വികാരിച്ചു നോക്കിയപ്പോൾ എന്ന് പറയൂ, ഞാൻ കുറച്ച് വികാരിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന്. എനിക്ക് ആ വികാരോടെ പറയും. ഞാനിങ്ങനെ ചുമ്മാ എനിക്ക് അങ്ങോട്ട് ഒരു ദേഷ്യം വന്നു. ആ ദേഷ്യം ഒരു വികാരമാണ്. ഞാൻ ആ വികാരത്തിലെ ആ ദേഷ്യവികാരം ആ വികാരത്തിൽ നിന്ന് അവിടെ പറയും. പക്ഷെ ഞാനൊരു ഒരു കർമ്മം ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോഴോ ഞാൻ വിചാരിച്ചെന്നേ പറയത്തുള്ളൂ. വികാരം മനസ്സിന്റെയും വിചാരം ബുദ്ധിയുടെയാണ്. അപ്പം ഒരു വിചാര ചിന്തകളുണ്ട്, എനിക്ക് വികാര ചിന്തകളുണ്ട്, പിന്നെ വിചാര ചിന്തകളുണ്ട്. സോ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, വിചാര ചിന്തകൾ, അത് ബുദ്ധി. പിന്നൊന്നുണ്ട്, ഓർമ്മ ചിന്തകൾ. നമ്മൾ പല പല കാര്യങ്ങളും നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരാളെ കാണുന്നു, അയ്യോ ഞാൻ അന്ന് ഇയാളെ അവിടെ വെച്ച് കണ്ടതാണല്ലോ, അപ്പൊ അന്ന് കണ്ട അനുഭവങ്ങളൊക്കെ ഞാൻ ആ സ്റ്റോറേജ് ചിന്തകളിൽ നിന്ന് എടുക്കും. അതിനെ പറയുന്ന ചിത്തം, സ്റ്റോറേജ്, മെമ്മറി, ഓർമ്മ, അങ്ങനെ ടൈപ്പ് ഒരു ചിന്തകളുണ്ട്, സ്റ്റോറേജ് തോട്ട്സ്. പിന്നൊന്നുണ്ട് അഹങ്കാരം. അഹംഭാവം അല്ലെങ്കിൽ അഹങ്കാരം, ഞാനെന്ന ഭാവം. ഞാൻ എന്നുള്ളൊരു ചിന്തകൾ ഒരു പ്രത്യേക തരമാണ്. അത് കുറച്ച് അഭിമാന ചിന്തകളാണ്. ഇങ്ങനെ 4 തരം ചിന്തകളുണ്ട്. ഒന്ന് വികാര ചിന്തകള്, 2 വിചാര ചിന്തകള്, ഓർമ്മ ചിന്തകള്, ഞാനെന്ന ഭാവചിന്തകള്. എന്നുവെച്ചാല് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. മനസ്സിനെന്ത് എമോഷണൽ മൈൻഡ്, ഇംഗ്ലീഷിൽ എമോഷണൽ മൈൻഡ്. ബുദ്ധിക്ക് ഇന്റലക്ട്.
ചിത്തം വെച്ചാൽ മെമ്മറി, മറ്റേത് അഹങ്കാര ചിന്തകൾ, ഈഗോ. അപ്പൊ നമ്മുടെ തോട്ട്സ് ഇങ്ങനെ 4 വിധം, ഈ ഏതൊരു തോട്ട്സ് എടുത്ത് നോക്കേ ഈ 4 കാറ്റഗറിയിൽ വരും. നമ്മൾ ഈ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് ഈ 4 കാറ്റഗറിയിലാണ് നമ്മൾ. അപ്പം ഈ ശാസ്ത്രവിധി പ്രകാരം ഇതിനെ 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. നമ്മുടെ ചിന്തകൾ, വികാര ചിന്തകളുണ്ട്, അതിനെ മനസ്സെന്ന് പറയുന്നു. വിചാര ചിന്തകളുണ്ട്, അനലിറ്റിക്കൽ തോട്ട്സ് ഉണ്ട്, അതിനെ ബുദ്ധി എന്ന് പറയുന്നു, ഇന്റലക്ട് എന്ന് പറയുന്നു. മെമ്മറി തോട്ട്സ്, ഓർമ്മയിൽ നിന്ന് എടുക്കുന്നു, അതിനെ ചിത്തം, ദറ്റ് ഈസ് ചിത്ത് എന്ന് പറയുന്നു സാൻസ്ക്രിറ്റില്. എമോഷണൽ മൈൻഡ്, ഇന്റലക്ട്, മെമ്മറി ആൻഡ് ഈഗോ. ഞാൻ എന്ന ഭാവചിന്തകൾ. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്ത്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു, ഞാൻ മാർക്കറ്റിലോട്ട് പോവാണ്, എനിക്ക് നാളെ കോളേജ് ഉണ്ട് അല്ലെങ്കിൽ സ്കൂളുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു. ഈ എല്ലാം ഞാൻ എന്നുള്ള ഒരു വേർഡ്, അതാണ് ഞാൻ. ഈ ഞാൻ എന്ന ഭാവചിന്തകൾ, അതിന് ഈഗോ എന്ന് പറയും. അപ്പൊ ഇത് 4ഉമാണ് എൻ്റെ ചിന്തകൾ. അത് ബോധമുള്ള ചിന്തകളാണ്, കോൺഷ്യസ് തോട്ട്സ്. അത് ഇപ്പൊ എനിക്ക് ബോഡിയുണ്ട്, എൻ്റെ ഒരു മനസ്സുമുണ്ട്. നമ്മൾ മലയാളത്തിൽ മനസ്സെന്നങ്ങ് പറയുന്നു. ഈ മനസ്സെന്ന് പറഞ്ഞ എമോഷണൽ മൈൻഡിനെ മാത്രം പറയുന്നതാ. അത് നമ്മുടെ ശാസ്ത്രങ്ങളില് ഈ 4നോട് ചേർന്ന് അന്ധക്കരണം എന്നാ പറയുന്നത്. അന്ധക്കരണം, കരണം ചെന്ത ഉപകരണം, അന്ധക്കരണം. അന്ധ മീൻസ് ഉള്ളിൽ, അന്ധക്കരണം ഉള്ളിലുള്ള ഒരു കരണമാണ്, ഇൻസ്ട്രുമെന്റ്, ഉപകരണം. അന്ധക്കരണം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ. ഈ വെളിയിലുള്ളത് ഇതിനെ പറയുന്നത് ഇത് ശരീരം, സ്ഥൂല ശരീരം. സ്ഥൂലം എന്ന് വെച്ചാല് കാണാനൊക്കുന്നത്, അതാ സ്ഥൂലം. ഗ്രോസ് എന്ന് പറഞ്ഞാൽ കാണാനൊക്കത്തില്ല. അപ്പൊ മൈൻഡ് ഒരു ഗ്രോസാണ്, അവ്യക്തം. ബോഡിയോ വ്യക്തമാണ്. അപ്പൊ ഇത് നമുക്ക് ബേസിക്കായിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷന് ഒരു ആത്മീയതയുടെയും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ സാധാരണ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കും, ഞാൻ എന്നൊരു ശരീരവും, കാണാനൊക്കുന്ന ഒരു ശരീരവും കാണാനൊക്കത്തെ ഒരു മനസ്സും കൂടെ ചേർന്നാണ് എന്ന് എനിക്ക് ആദ്യമായിട്ട് പ്രിലിമിനറി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് അനലൈസ് ചെയ്യാം. ഇപ്പൊ ഈ മനസ്സുകൊണ്ട് ഒരു ശരീരമുണ്ട്. ശരീരത്തിനെ കാണാം, മനസ്സിനെ കാണാൻ പറ്റത്തില്ല. ഇപ്പൊ 2 പാർട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്നുള്ള ഒരു വ്യക്തിക്ക് 2 പാർട്ടുണ്ട്. ഇത് ഏതിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ശരീരത്തിലാണോ മനസ്സിരിക്കുന്നേ, അതേ മനസ്സിലാണോ ശരീരം ഇരിക്കുന്നേ? നമുക്ക് പതുക്കെ ഇങ്ങനെ ചിന്തിക്കണം, എന്നാലേ നമുക്ക് അങ്ങോട്ട് പുറകോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇങ്ങനെ ചിന്തിക്കത്തില്ല. ഇതിനെ സൂക്ഷ്മമായിട്ട്, സബ്റ്റിലായിട്ട് ചിന്തിച്ചു നോക്കി. ശരീരത്തിലാണോ മനസ്സിരിക്കുന്നേ, മനസ്സിലാണോ ശരീരം ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? നേരത്തെ കേട്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, നമ്മൾ റിപ്പീറ്റ് ചെയ്യുവാന്നല്ലോ. ജോസിൻ പറയാവോ? ജോസ് കേൾക്കുന്നുണ്ടോ? അശ്വതിക്ക് പറയാവോ? അശ്വതി കേൾക്കുന്നുണ്ടോ? ഉണ്ട് സാറേ, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നെറ്റ് ചില പ്രോബ്ലം ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കായി പോകുന്നുണ്ട്. കുറേശ്ശെ കുറേശ്ശെ കേൾക്കുന്നത്, കുറേശ്ശെ കുറേശ്ശെ വിട്ടുവിട്ടാണ് കേൾക്കുന്നത്. ഓ ശരി ശരി, ഞാൻ പറഞ്ഞത് കേട്ടോ? ഒന്നുകൂടെ ഒന്ന് പറയാമോ സാറേ? മനസ്സിലാണോ ശരീരം ഇരിക്കുന്നത്, ശരീരത്തിലാണോ മനസ്സിരിക്കുന്നത്? മനസ്സിലാണോ ശരീരം ഇരിക്കുന്നത്, ശരീരത്തിലാണോ മനസ്സിരിക്കുന്നത്? രണ്ടും അല്ലാന്നാ ഞാനെന്ന് പറയുന്നത് 2 കൂടെ ചേർന്നാന്ന് നമുക്ക് തോന്നുന്നുണ്ടല്ലോ. എനിക്കൊരു ശരീരമുണ്ട്, ഒരു മനസ്സുമുണ്ട്, ഇല്ലേ? അതെ അതെ. ഏതാണ് ഏതിലിരിക്കുന്നത്? അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുവാണോ? മനസ്സ് സെപ്പറേറ്റ് ആയിട്ടാണ് മനസ്സാണ് ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. എനിക്ക് അറിയില്ല, മനസ്സാണ് ശരീരത്തിനുള്ളിൽ അത് ഇരിക്കുന്നത്. കറക്റ്റ് അല്ലാന്നാണ് തോന്നുന്നത്. ആന്റിക്ക് എന്ത് തോന്നുന്നു? ശരീരത്തിലാണ് മനസ്സിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ശരീരത്തിലാണ് മനസ്സിരിക്കുന്നത്. ജോസ് കേൾക്കുന്നുണ്ടോ?
ജോസി ഇങ്ങനെ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് പോയിരിക്കുക. മറ്റേത് ലതക്കുഞ്ഞുമയാണോ അവിടെ ഉള്ളത്? മറ്റേത് സാംസൺ. മനസ്സിലാണ് ശരീരം. മനസ്സിലാണ് ശരീരം. മനസ്സുണ്ടെങ്കിലേ ശരീരമുള്ളൂ. അതെ അതെ, നേരത്തെ ശരിക്കും ഓർമ്മിക്കുന്നുണ്ടില്ലയോ? അതെ. അതെ. മറ്റേ വേറൊരു സാംസൺ ഉണ്ടല്ലോ, അതാരാ? അർച്ചന. ഓ, ടീച്ചർ കേൾക്കുന്നുണ്ടായിരുന്നു ആദ്യം തൊട്ട്? കേൾക്കുന്നുണ്ട് സർ, കേൾക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന് ഈ മനസ്സിലാണോ ശരീരം ഇരിക്കുന്നത്, ശരീരത്തിലാണോ മനസ്സിരിക്കുന്നത് എന്തോ തോന്നുന്നു? മനസ്സിൽ നിന്ന് വ്യത്യസ്തമല്ല ശരീരവും, ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമല്ല മനസ്സും. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും ഒന്ന് തന്നെ, രണ്ട് ഘടകങ്ങളുണ്ട്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുവാണോ? അല്ല സർ, അല്ല. മനസ്സ് എന്താണോ പറയുന്നത് അതനുസരിച്ച് ശരീരവും, ശരീരം ചെയ്യുന്നത് എന്താണോ അതനുസരിച്ച് മനസ്സ് പറഞ്ഞാലേ ഇത് രണ്ടും ഉള്ളൂ. രണ്ടും വ്യത്യസ്തമല്ല, നിങ്ങൾ തന്നെയാണ്. ഇതിന്റെ സ്ഥിതിയാ ഞാൻ ചോദിച്ചത്. അല്ല, വ്യത്യസ്തമല്ല. ഒന്ന് പറഞ്ഞ ഒന്നൊന്നിനും കണക്റ്റഡ് ആണ്. പക്ഷേ ഏത് ശരീരത്തിലാണോ മനസ്സിരിക്കുന്നത്, മനസ്സിലാണോ ശരീരം ഇരിക്കുന്നത് എന്റെ ചോദ്യം. അങ്ങനെ ചിന്തിക്കണം. വ്യത്യസ്തമായിട്ട് പറയാൻ പറ്റുന്നില്ല സർ. അങ്ങനെ പറയാനായിട്ട് പറ്റുന്നില്ല. പറ്റുന്നില്ല. അപ്പൊ ശരിക്കും ചിന്തിച്ചു മനസ്സിലാണ് നോക്കി. ശരീരം ഇരിക്കുന്നത് സാറേ, ശരിയാണ്. മനസ്സിലാണ് ശരീരം ഇരിക്കുന്നത്. മനസ്സിലാണ് മനസ്സിലാണ് ശരീരം പറയാൻ കാരണം എന്താ? മനസ്സിൽ പറയുന്ന എന്താണോ അതനുസരിച്ച് മാത്രമേ ശരീരത്തിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. മനസ്സൊരു കാര്യം ചെയ്യണം എന്ന് നമുക്ക് ഒരു തോന്നൽ തന്ന് അത് ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്നത് മനസ്സ് തോന്നിപ്പിക്കുന്നതുകൊണ്ടാണ് ശരീരം പ്രവർത്തിക്കാൻ കഴിയുന്നത്. അതെ അതെ, അത് ഈ മനസ്സിലാണ് ശരീരം ഇരിക്കുന്നത്. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. നമ്മൾ ചുമ്മാ പറഞ്ഞു പോയാൽ പോരാ. ഓരോ കാര്യത്തിനും എനിക്ക് കൺവിക്ഷൻ വരണം. നമ്മൾ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു ഇതാണെന്ന് വിശ്വസിച്ചോളാൻ പറയാനില്ല. ശരീരത്തിലല്ല മനസ്സിരിക്കുന്നത്, മനസ്സിലാണ് ശരീരം ഇരിക്കുന്നത്. എന്നുവെച്ചാൽ കാണാൻ പറ്റുന്ന ശരീരം ഇരിക്കുന്നത് കാണാൻ പറ്റാത്ത ഒരു മനസ്സിലാണ്. അതിന്റെ പ്രൂഫ് എന്താ? നമ്മളിങ്ങനെ മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? ബോധചിന്തകളാണെന്നല്ല ഞാൻ പറഞ്ഞല്ലോ, ബോധചിന്തകളാണ്. നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബോധക്കേട് വന്നു. നമ്മൾ കണ്ടല്ലോ അസംബ്ലിയിലൊക്കെ കുട്ടികൾ ബോധം കെട്ട് വീഴുമല്ലോ. ഞാൻ ബോധം കെട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എൻ്റെ മനസ്സ് പോയി, ശരീരം മരിച്ചിട്ടില്ല, മനസ്സ് പോയി, ബോധചിന്തകൾ വിട്ടു. ബോധചിന്ത വിട്ടപ്പോഴേ ആ ശരീരം അങ്ങനെ നിൽക്കുവോ വീഴുവോ? ശരീരം വീഴും. അപ്പൊ ആ ശരീരത്തെ നിർത്തിക്കൊണ്ടിരുന്ന ആരാ? മനസ്സിലാണില്ല. ഒരു ഹാങ്കറിൽ എങ്ങനെ ആ ഷർട്ട് തൂങ്ങിക്കിടക്കുന്നത് അതേപോലെ ഈ മനസ്സിലാണ് ശരീരം നിന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സാണ് ശരീരത്തിനെ എഴുന്നേപ്പിച്ച് നിർത്തിയതും നടത്തിയതുമല്ല. ശരീരത്തിന് ഈ മനസ്സില്ലെങ്കിലോ, ഈ ബോധചിന്തയില്ലെങ്കിലോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ റെസ്പോണ്ട് ചെയ്യൂ? ഇങ്ങോട്ട് എന്തെങ്കിലും പറയൂ? ഒരു ബോധം കെട്ട ഒരാൾ കിടക്കുന്നു, എടാ എന്ത് ഇയാൾ എന്താ അവിടെ കിടക്കുന്ന ചോദിച്ചാൽ അയാൾ മറുപടി പറയൂ? ഇല്ല. ബോധം കെട്ട് കിടക്കുക. ശരീരത്തിന് ജീവനുണ്ട്. അപ്പൊ കാണാൻ പറ്റാത്തൊരു മനസ്സിലാണ് കാണാൻ പറ്റാത്ത. അത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ശരിക്കും ചിന്തിക്കണം. ഇങ്ങനെ ശരിക്കും ചിന്തിച്ച് ഉറയ്ക്കണം. ശരിക്കും ആലോചിച്ച് നോക്കി, വ്യക്തമാവും. നമ്മൾ അതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് ചിന്തിക്കണം. പെരിഫറലായിട്ട് ചിന്തിച്ചാൽ നമുക്ക് പല ആൻസറും പറയാം. പക്ഷെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ ഈ കാണാൻ പറ്റുന്ന ശരീരം, വ്യക്തമായ ശരീരം നിൽക്കുന്നത് ഈ മനസ്സില, ബോധചിന്തയില, കാണാൻ പറ്റത്തില്ല മനസ്സില. അപ്പൊ ഈ രണ്ട് ഘടകങ്ങളുണ്ടെങ്കിലും മനസ്സിലാണ് ശരീരം ഇരിക്കുന്നത്. കാരണം മനസ്സിനാണ് ഇമ്പോർട്ടൻസ്. മനസ്സ് പറയുന്ന പോലെ ശരീരം എനിക്ക് തല ചൊറിയണം തോന്നുന്നു, എനിക്ക് മനസ്സിലൊരു വികാരമുണ്ട്, അത് ഈ കൈക്ക് അതിന്റെ ഓർഡർ, മനസ്സാണ് ഓർഡർ കൊടുക്കുന്നത്. കൈ ചുമ്മാതെ തലയിലോട്ട് പോവല്ല അവിടെ. അപ്പം നമ്മുടെ ഇതൊക്കെ ബയോളജി പഠിക്കും. ഈ കമാൻഡ് പോകുന്നുണ്ട്. അതിന്റെ അതാണ് ഒരു മൈൻഡിൽ നിന്നാണ് ഈ ബോഡിക്ക് കമാൻഡ് പോകുന്നത്. ബോഡിക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സുണ്ടെങ്കിലേ ബോഡി പ്രവർത്തിക്കത്തുള്ളൂ. ജീവനും കാണും, പക്ഷേ അത് റെസ്പോണ്ട് ചെയ്യത്തില്ല. അപ്പം ഈ ശരീരം നിലനിൽക്കുന്നത് ഈ മനസ്സിന്. അപ്പം മനസ്സിനാണ് ഇമ്പോർട്ടൻസ്. അപ്പം എനിക്ക് രണ്ട് ഘടകങ്ങളുണ്ട്, മനസ്സുകൊണ്ട് ഒരു ശരീരമുണ്ട്. നമ്മൾക്ക് വേറെ ഒരു നോളജും വേണ്ട ഇതിനൊക്കെ. നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാം. പതുക്കെ നമുക്ക് അതിലോട്ട് പോകാൻ പറ്റും. അപ്പം
ഇനി സമയം കുറച്ചേ ഉള്ളൂ, ഇനി ഒരു 7 മിനിറ്റേ ഉള്ളൂ. ഈ മനസ്സിലാണ് ശരീരം നയിക്കുന്നത്. അപ്പം ഈ മനസ്സ് പറയുന്ന പോലെ ശരീരം പ്രവർത്തിക്കത്തുള്ളൂ. ഈ മനസ്സ് ബോധചിന്ത ശരീരം വിട്ടു പോയാൽ നമ്മൾ ബോധം കെട്ടെന്ന് പറയും. ബോധം കെട്ടു, എനിക്ക് ബോധം പോയി. അപ്പം മുഖത്തേക്ക് വെള്ളം കൊള്ളിക്കുമ്പോൾ ബോധം തിരിച്ചു വരും. അതുവരെ ആ നടന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് അറിയത്തില്ല, നമ്മളൊന്നും കേട്ടില്ല. ബോധം കെട്ട് കിടക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്ന്, എന്തായിരുന്നു പറഞ്ഞ മറ്റുള്ളവരായിരുന്നു, നമ്മളൊന്നും കേൾക്കുന്നില്ല. മനസ്സില്ല നമ്മുടെ കൂടെ. എനിക്ക് 2 പാർട്ടുണ്ട്. ഇത് രണ്ടും ഞാനല്ല. പക്ഷെ നമുക്ക് ബേസിക്കായിട്ട് തോന്നുന്നത്, നമ്മുടെ ഓർഡിനറി ബുദ്ധിയിൽ തോന്നുന്നത് ഞാൻ മനസ്സും ശരീരവും ചേർന്നാണെന്ന് പറയുന്നു. ഇതിൽ രണ്ടിലും എനിക്ക് മനസ്സാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം ശരീരം ഒരു ജഡവസ്തുവാണ്, അതിന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സ് പറയുമ്പോഴാണ് ചെയ്യുന്നത്. അപ്പം ഞാനെന്ന് പറയുന്നത് എനിക്ക് മനസ്സാണെന്ന് തോന്നുന്നു. ഈ മനസ്സും ശരീരവും എനിക്ക് അതിൽ മനസ്സാണെന്ന് തോന്നും. ഈ മനസ്സെന്ന് പറയുന്ന ഈ ചിന്തകൾ എവിടുന്ന് വരുന്നു? അപ്പം ഈ ചിന്തകളാണ് ഞാനെന്ന് പറഞ്ഞാൽ ഈ ചിന്തകൾ എവിടുന്ന് വരുന്നു? എനിക്ക് ചിന്ത വരുന്ന എവിടുന്ന്? അതിനൊരു സോഴ്സ് ഉണ്ടാവണം. എല്ലാത്തിനും ഒരു ഒറിജിൻ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ശരീരത്തിന്റെ ഒറിജിൻ ഉണ്ട്. എവിടുന്നാ ഇത് ശരീരത്തിന്റെ ഒറിജിൻ? പഞ്ചഭൂതങ്ങളാ. ഇതുപോലെ ഈ മനസ്സിന്, ഈ മനസ്സെന്ന് പറഞ്ഞാൽ ബോധചിന്തകൾ, ബോധചിന്തയ്ക്ക് ഒരു സോഴ്സ് ഉണ്ട്. ബോധചിന്തകൾ എവിടുന്ന് വരുന്നു പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ. മനസ്സ് ചിന്തകളുടെ ഒരു കൂട്ടമല്ലേ? ചിന്തകളുടെ ഒരു കൂട്ടമാണ്. ഈ ചിന്തകൾ ബുദ്ധിയിൽ എവിടുന്ന് വരുന്നു? നിന്നല്ലേ? ബുദ്ധിയിൽ നിന്ന് ചിന്തകളെ, എല്ലാത്തിനും കൂടെ ചേർത്താണ് ചിന്തകൾ എന്ന് പറയുന്നത്. ബോധചിന്തകൾ എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇത് 4 കൂടെ ചേർത്താണ് ചിന്തകൾ. ഈ ചിന്തകൾ എവിടുന്ന് വരുന്നു എന്നാ ചോദിച്ചത്. നമ്മുടെ ചൈതന്യത്തിൽ നിന്ന്. നമ്മൾ ചൈതന്യവും ജീവാത്മാവും പരമാത്മാവും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ സാധാരണ കാര്യം നമ്മൾ ബാക്കിലോട്ട് പോവാ. കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ബോധചിന്തയാണ്. അതിന് ഇംഗ്ലീഷ് പറയുന്നതാണ് കോൺഷ്യസ് മൈൻഡ് എന്ന്. ബോധചിന്ത അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ്. ഈ ചിന്തകൾ വന്ന് നമ്മൾ സൂക്ഷിച്ചു അല്ല, അത് സൈക്കാട്രിക്കുള്ളതാ. സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് ഒക്കെ നമ്മൾ ഈ ശാസ്ത്രവിധി, നമ്മൾ സാധാരണ നമ്മൾ ആ ഒരു സയന്റിഫിക് വേയിലല്ല പോകുന്നത്. എൻ്റെ ചിന്തകൾ വരുന്നത് എൻ്റെ സ്വഭാവത്തിൽ നിന്ന്, എൻ്റെ സംസ്കാരത്തിൽ നിന്ന്, എൻ്റെ ഇഷ്ടങ്ങളിൽ നിന്ന്. ഞാൻ എങ്ങനെ ഓരോരുത്തരും ചിന്തിക്കുന്നത്, അവരവർക്ക് ഓരോരുത്തരും സ്വഭാവമുണ്ട് ഇല്ലേ? നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ സ്വഭാവം അനുസരിച്ച് അവർ ചിന്തിക്കുന്നത്. എൻ്റെ ഒരു വാസനയെന്ന് പറയും, വാസന അല്ലെങ്കിൽ സ്വഭാവം അല്ലെങ്കിൽ സംസ്കാരം. എൻ്റെ വാസനയ്ക്കനുസരിച്ചാണ് എൻ്റെ ഇഷ്ടം. എനിക്കിത് ഇഷ്ടമാണ്, അങ്ങനെയുള്ള എൻ്റെ ഇഷ്ടചിന്തകളാ. എനിക്കിത് ഇഷ്ടം, എനിക്കിത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ വേണം, അങ്ങനെ വേണം. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സ്വഭാവമുണ്ട്. അതിനെ പറയുന്ന വാസനയെന്ന് പറയും ശാസ്ത്രത്തിൽ. വാസനയിൽ നിന്നാണ് ചിന്തകൾ വരുന്നത്. എനിക്കൊരു വാസനയുണ്ട്, എനിക്കൊരു സംസ്കാരം, സ്വഭാവമുണ്ട് ഇല്ലേ? ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്. ഓരോരുത്തരും ഇവിടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ. അതാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അപ്പൊ ഓരോരുത്തരുടെയും സ്വഭാവവും സംസ്കാരവും ഡിഫറൻറ്റാ. ആ സംസ്കാരത്തിൽ നിന്നാണ് എനിക്ക് ചിന്തകൾ വരുന്നത്. എനിക്കിഷ്ടം, ഇതിഷ്ടമല്ല, ഇതിഷ്ടമാണ്. ഓരോരുത്തരുടെയും എല്ലാവരുടെയും ഒരേപോലാന്ന് വരുന്നത്. അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഓരോരുത്തരുടെയും സംസ്കാരത്തിൽ നിന്ന്, വാസനയിൽ നിന്നാണ് ആ ചിന്തകൾ വരുന്നത്. അപ്പൊ ഈ ചിന്തകളുടെ ഉറവിടം സംസ്കാരം, വാസന. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ അടുത്ത ലെയറിലോട്ട് പോവാ. നമുക്ക് ഒരു ശരീരം ഉണ്ടെന്ന് പറഞ്ഞു, ഒരു മനസ്സും ഉണ്ടെന്ന് പറഞ്ഞു. ഈ മനസ്സിന്റെ സോഴ്സ് ആണ് ഈ വാസന. അപ്പം ഇനി ഒരു 3 മിനിറ്റേ ഉള്ളൂ. നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ഇതുവരെ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ? എങ്ങനല്ല, അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, ശരിക്കും ചിന്തിച്ചിട്ട് വേണം പറയാൻ. അല്ല, ഞാൻ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ പറയുന്നല്ലേ കേട്ടോ, ഇതൊക്കെ ഈ ശാസ്ത്രത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ശാസ്ത്രത്തിൽ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചും കൂടാ. ഗീതയിലോ അല്ലെങ്കിൽ ഈ ശാസ്ത്രങ്ങളിൽ ഇതൊക്കെ ഉണ്ട്. ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ശരിയായിരിക്കും, ഞാൻ അങ്ങനെ വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ വിശ്വസിക്കരുത്. എനിക്കിവിടെ കൺവിക്ഷൻ വരണം. അങ്ങനെ ആകുമ്പോഴേ ഉള്ളൂ ഇതിനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറെ സയൻസ് സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ഭൗതികമായിട്ടുള്ള ഒരു സബ്ജക്ട് പഠിക്കുന്ന പോലെ ഇതായി പോവും. അങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല.
നിങ്ങൾക്ക് കൂടെ കൺവിക്ഷൻ പറയണം. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അർച്ചന ടീച്ചർക്ക് എന്ത് തോന്നുന്നു? ഈ പറഞ്ഞത്തോടത്തോളം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും? ഇല്ല സർ, ഇല്ല ഇല്ല. അപ്പം അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താ? ഈ ചിന്തകൾ വരുന്നത് എൻ്റെ സംസ്കാരത്തിൽ നിന്നാണ്, വാസനയിൽ നിന്നാണ്. വാസന എന്ന് പറഞ്ഞാൽ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും. ഇങ്ങനെ ഒരു സംസ്കാരം, ഓരോരുത്തർക്കും ഓരോ സംസ്കാരമുണ്ട്. അതിൽ തന്നെ പലതുണ്ട്. ഇഷ്ടവും അനിഷ്ടവും മാത്രമല്ല, ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട്, ഓരോ ശൈലി, ഓരോ സ്റ്റൈലുണ്ടോ, സ്റ്റൈൽ ഓഫ് ലിവിങ്, കൺസെപ്റ്റുകളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന സംസ്കാരം എന്ന് പറയുന്നത്. അതിനകത്ത് നിന്നാണ് എൻ്റെ ചിന്തകൾ വരുന്നത്. നമുക്ക് ഇതിവിടെ നിർത്താം. നാളെ നമുക്ക് ബാക്കി. ഇങ്ങനെ പോകുന്നതല്ലേ നല്ലത്? ഒന്ന് ബേസിക് അറിഞ്ഞിട്ടല്ലയോ ഗീത പഠിക്കുന്നതല്ലയോ നല്ലത്? അത് മതി, അതാ നല്ലത്. അശ്വതി എന്താ പറയുന്നു? അത് ബേസിക് അറിയാതെ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് നല്ല കാര്യമാണ്. ടീച്ചർ എന്താ അതെല്ലാം പറയുന്നു? അർച്ചന ടീച്ചർ എന്താ പറയുന്നു? അതെ സർ, ബേസിക് അറിഞ്ഞു തന്നെ പോയാൽ മതി സർ, നമ്മൾ അറിയാനാണല്ലോ. അതെ, ഓക്കെ. നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ സർ.